ഞാൻ ഇടിഞ്ഞാറ് സ്വദേശിയാണ്. വർഷങ്ങളായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാണ്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മനോഹരമായൊരു കാഴ്ച കാണാൻ പോയാലോ? അതും തിരുവനന്തപുരത്തേക്ക് പെരിങ്ങമലയിലേക്കാണ് കേട്ടോ. കാളക്കയം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതുപോലെ തന്നെ മനോഹരമായ വനപ്രദേശവുമാണ്. കുരിശടി വെള്ളച്ചാട്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇക്കോ ടൂറിസം മേഖലയാണ്. ജൈവ വൈവിധ്യമുള്ള നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ടതും ട്രെക്കിങ്ങിനും ക്യാമ്പിങ്ങിനും അനുയോജ്യവുമായ സ്ഥലമാണ് കാളക്കയം മങ്കയം വെള്ളച്ചാട്ടം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിലെ പാലോടിനടുത്തുള്ള ഒരു ഇക്കോ ടൂറിസം സ്ഥലമാണ് മങ്കയം. ചിറ്റാർ നദിയുടെ പോഷക നദിയായ മങ്കയം നദി ഈ പ്രദേശത്ത് കൂടി ഒഴുകുകയും തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച രണ്ട് വെള്ളച്ചാട്ടങ്ങളായ കാളക്കയം അഥവാ കുരിശടി എന്നിവയെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു. ഏതായാലും മനോഹരമായ സ്ഥലമാണ്. ജൈവ വൈവിധ്യത്തിന്റെയും പാരിസ്ഥിതിക പ്രാധാന്യത്തിന്റെയും ഒരു പ്രധാന സ്ഥലമായി ഈ പ്രദേശം കണക്കാക്കപ്പെടുന്നു. സംസ്ഥാന വനംവകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള മങ്കയം പരിസ്ഥിതി സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഒരു ഇക്കോ ടൂറിസം മേഖലയായി നീക്കമാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാലും അവിടുത്തെ കാഴ്ചകൾ മനോഹരമാണ്, ഒന്ന് കാണാം. നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള യാത്രയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പെരിങ്ങമല പഞ്ചായത്തിലെ പാലോട് വന ഡിവിഷനിലാണ്. ഒരുപാട് പേരൊന്നും വരാത്ത ഒരു സ്ഥലമാണ് മങ്കയം വാട്ടർഫാൾസ്. കാളക്കയം എന്നാണ് ഇതിന് പേര് കൊണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോഴും കാളക്കയം എന്നാണ് നമ്മുടെ സൈറ്റിലൊക്കെ ഉള്ളത്. ഏതായാലും പാലോട് നിബിഡ വനമേഖലയിൽ നിന്നും അതും പൊന്മുടിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. ഒരുപാട് ആയുർവേദ സസ്യങ്ങളെ തഴുകി ഒഴുകിയെത്തുന്ന മനോഹരമായ വെള്ളച്ചാട്ടം. ഒരു തട്ടിൽ വീണ് അടുത്ത തട്ടിൽ വീണ് അങ്ങനെ 2-3 തട്ടുകളായി നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടമാണ്. ഇവിടെ നിന്നാൽ തന്നെ ഒരു വളരെ കുളിരാണ് നമുക്ക്. അപ്പോൾ ഈ കാളക്കയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അപകടകരമായ ഒരു വാട്ടർഫാൾസ് ആണ്. അതുകൊണ്ട് കുളിയൊന്നും നമുക്കിവിടെ അനുവദനീയമല്ല. ഇത് നമ്മുടെ ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് വർഷങ്ങളായി, പക്ഷെ അധികം സഞ്ചാരികളൊന്നും എത്താത്തൊരു സ്ഥലമാണ്. മനോഹരമായ കാഴ്ച, വന നിബിഡത, ആനയും കാട്ടുപോത്തും പുലിയും ഒക്കെയുള്ള ഒരു ഫോറസ്റ്റ് റേഞ്ചാണ് പാലോട്. അപ്പോൾ പെരിങ്ങമലയിലെ നമ്മുടെ മനോഹരമായ കാളക്കയം മങ്കയം വാട്ടർഫാൾസിന്റെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും ഒക്കെ നമുക്കൊന്ന് കാണാം. വെള്ളച്ചാട്ടത്തിൽ ഒരു 100 മീറ്റർ ദൂരെ വരെ ഇങ്ങനെ ശീതം അടിച്ചു കയറുന്നുണ്ട്. തണുത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ജൈവ വൈവിധ്യങ്ങൾ ധാരാളമുണ്ട്. വിവിധ ഇനം പായലുകൾ, അതുപോലെ തന്നെ കൂണുകള്, ചെറിയ ഷഡ്പദങ്ങൾ മുതൽ ഫ്രോഗ് വരെ ഇവിടെ ഉണ്ട്. ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ചില പച്ച തവളകളെ നമുക്കിവിടെ കാണാൻ കഴിയും. അതൊരു പ്രത്യേകതയാണ്. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. വെള്ളച്ചാട്ടം മനോഹരമാണ് ദൂരെ നിന്ന് കാണാനായിട്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടം തട്ടുകളായി ഒഴുകി താഴോട്ട് വരുന്നൊരു കാഴ്ച. 3 തട്ടുകളായാണ് വെള്ളച്ചാട്ടം കവിഞ്ഞൊഴുകി വരുന്നത്. ഇത്ര മനോഹരമായ കാഴ്ചയാണെന്ന് അറിയാമോ? എൻ്റെ പേര് സനു എന്നാണ്. ഞാൻ ഇടിഞ്ഞാറ് സ്വദേശിയാണ്. വർഷങ്ങളായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുന്ന ആളാണ്. മങ്കയം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഇക്കോ ടൂറിസം ആണ്. പാലോട് റേഞ്ച് പരിധിയിലാണ് ഈ ഫോറസ്റ്റിന്റെ ഇത് പറഞ്ഞത്. ഇവിടെ കുളിക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ എല്ലാം ഡേഞ്ചർ ഏരിയകളാണ്. രാവിലെ 9 മണിക്ക് ഓപ്പൺ ആവും, 4:30 ആകുമ്പോൾ ക്ലോസ് ചെയ്യും. ഡേഞ്ചർ വെള്ളച്ചാട്ടമാണിത്. പണ്ട് ഇവിടെ കാളക്കയം എന്നാണ് ഇവിടുത്തെ പേര്. കാളയും വണ്ടിയെല്ലാം അതിൻ്റെ ഉള്ളിൽ പോയതാണ്. അങ്ങനെ അപകടം നടന്ന ഇവിടെ കാളക്കയം എന്നാണ് ഇവിടുത്തെ പേര്. പൊന്മുടിയുടെ അപ്പുറം ഇപ്പുറമാണ്. ഒരു മലയുടെ വ്യത്യാസമേ ഉള്ളൂ. ഈ കമ്പി അടിച്ചേക്കണത് ഇതിന് അപ്പുറം കിടക്കാതിരിക്കാനാണ്. ആരും ഇതിൻ്റെ അപ്പുറം കിടക്കാൻ പാടില്ല. എന്നിട്ട് അത്യാവശ്യം കുളിക്കണമെന്നുള്ളവർക്ക് താഴെ പാസ് കാണിക്കുന്നിടത്ത് കുളിക്കാം. പാസ് എല്ലാം എടുത്തിട്ട് അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ ചെക്ക് പോസ്റ്റിൽ നിന്ന്. പാലോട് വന്നിട്ട് ബ്രൈമൂർ റൂട്ടാണ്. ബ്രൈമൂർ റൂട്ടിന് ഇടയ്ക്കാണ് ഈ മങ്കയം ഇക്കോ ടൂറിസം. പാലോട് നിന്ന് 8 കിലോമീറ്റർ. മൃഗങ്ങളുണ്ട്. ആന, കാട്ടുപോത്ത്, പന്നി, കേഴാട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. പുലിയുണ്ട്, വല്ലപ്പോഴേ വരത്തുള്ളൂ. അങ്ങനെ വലിയ ശല്യം ഇല്ല. അതെ. ഇവിടെ ഉണ്ട്. അവിടെ ഒരു ബംഗ്ലാവുണ്ട് ബ്രൈമൂർ എസ്റ്റേറ്റില്. തേയില, പിന്നെ കുരുമുളക്, ഇതൊക്കെ ഉള്ള ഏരിയ ആണ്. ബ്രിട്ടീഷുകാര് പണ്ട് തൊട്ടേ അവിടെ ഇത് ഉള്ളതായിരുന്നു. ഇപ്പൊ പ്രവർത്തനം ഇല്ല. വനയാത്രകളിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ മങ്കയം വാട്ടർഫാൾസിന്റെ മനോഹരമായ കാഴ്ചയ്ക്കപ്പുറം ഇവിടെ ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്. ഈ അടുത്ത സ്ഥലത്ത് തന്നെ കാണാൻ പറ്റുന്ന ബ്രൈമൂർ പോലുള്ള എസ്റ്റേറ്റുകൾ. ബ്രൈമൂർ കയറണമെങ്കിൽ ഒരാൾക്ക് 100 രൂപ പാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണുവാനും ഉള്ളിൽ പോകാനും വന്യമൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ഹോം സ്റ്റേ ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മങ്കയം വാട്ടർഫാൾസിന്റെ ഭാഗത്തേക്ക് പെരിങ്ങമല പഞ്ചായത്തിൽ വരുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക്
ഒരുപാട് കാഴ്ചകൾ തരുന്ന ചില സ്ഥലങ്ങൾ ഈ ഭാഗത്തെല്ലാം ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മങ്കയം വാട്ടർഫാൾസ് കാളക്കയം എന്ന് പറയും. പെരിങ്ങമല പഞ്ചായത്തിലാണ്. പെരിങ്ങമലയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ബോർഡുകളൊക്കെ ഇരുവണം ബ്രൈമൂർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് നേരെ മങ്കയം വാട്ടർഫാൾസ് വരാം. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം ഇങ്ങോട്ട് കയറാൻ. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. പാസ് എടുത്ത് വേണം മങ്കയത്തേക്ക് വരാൻ. അപ്പോൾ നമുക്ക് ഇനിയും പാലോട് ഒരുപാട് കാഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് കണ്ടുപോകാം അല്ലേ.